അതാണ് ദൈവത്തിന്റെ കൃപ. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ യാചിക്കേണ്ടത്. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നിലനിർത്തേണ്ടത് ദൈവത്തിന്റെ നിത്യ സ്നേഹവും നിത്യകൃപയുമാണ്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ നമ്മെ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന വലിയ ഇടയൻ നമ്മെ പരിപാലിക്കുവാൻ ഇടയായി. ഒരിക്കലും നമ്മുടെ സാമർഥ്യം കൊണ്ട് നമ്മൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നരുത്. എത്രയോ പ്രാവശ്യം നമ്മൾ വീണു പോകാമായിരുന്നു. ദൈവം നമുക്ക് ശിക്ഷകൾ നൽകി തന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നിർത്തുന്നു. അതാണ് അവന്റെ സ്നേഹത്തിന്റെ ആഴം. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മാത്രമല്ല ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ സിംഹാസനത്തിൽ ഒരവകാശി ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കപ്പെടുകയില്ല. നമുക്കറിയാം, അക്ഷരീകമായി ദാവീദിന്റെ സിംഹാസനം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാരും ഇപ്പൊ അവർക്ക് രാജഭരണമില്ല, രാജാക്കന്മാരായിട്ടില്ല. എന്നാൽ രാജാതി രാജാവായ ഒരുവൻ അവന്റെ അവകാശിയായിട്ട് വരുന്നുണ്ട്. അവന്റെ സിംഹാസനത്തിന് അന്തമുണ്ടാവുകയില്ല. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. അവന്റെ രാജ്യം അവൻ സ്ഥാപിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ രാജാവായി സിംഹാസനത്തിൽ വാഴും. അന്ന് ദൈവം ദാവീദിനോട് ചെയ്ത ഈ വ്യവസ്ഥ സ്ഥിരമായി നിവർത്തിക്കപ്പെടും. അവൻ എന്നേക്കും രാജാവായിരിക്കും. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ യേശുക്രിസ്തുവിന് അവിടെ കൊടുത്തിരിക്കുന്ന സവിശേഷമായ ആ പേരെന്താണ്? വലിയ ഇടയൻ. അവൻ ശ്രേഷ്ഠ ഇടയനാണ്. അവൻ ആടുകളുടെ വലിയ ഇടയനാണ്. എങ്ങനെയാണ് അവൻ ആടുകളുടെ ഇടയനായി തീർന്നത്? ഇടയനും ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ഓടിപ്പോകുമ്പോ അവൻ എന്ത് ചെയ്യുന്നു? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ത്യാഗമില്ലാത്ത സ്നേഹം അർത്ഥശൂന്യമാണ്. ത്യാഗമില്ലാത്ത സ്നേഹം അർത്ഥശൂന്യമാണ്. Three things ever demonstrate love: affection, sacrifice, and service. Affection, sacrifice, and service. Love loves because it is love. Amen. സ്നേഹിക്കുന്നു. സ്നേഹം എന്തുകൊണ്ട്? സ്നേഹമാണ്. Love sacrifices because it loves. സ്നേഹം ത്യജിക്കുവാൻ മനസ്സുള്ളതാണ്, അല്ലെങ്കിൽ ത്യജിക്കുന്നു. എന്തുകൊണ്ട്? അത് സ്നേഹമാണ്. Serves because it delights to do so. അവരെപ്പോഴും സേവന മനോഭാവം കാണിക്കുന്നു. സ്നേഹം എന്തുകൊണ്ട്? സ്നേഹം എല്ലായ്പ്പോഴും അത് പ്രകടിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നു. അതാണ് നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്തത്. ഒരു ഇടയനിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഒരു ഇടയനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഇടയനിൽ നിന്ന് 7 കാര്യങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആടുകൾ പ്രതീക്ഷിക്കുന്നത്. They expect shepherds to be concerned for their safety. ആടുകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് താല്പര്യമുള്ള വ്യക്തി ആണ് ഇടയൻ. 2, know them by name. ഓരോ ആടുകളെയും പേര് ചൊല്ലി വിളിക്കുവാൻ കഴിയുന്ന ആത്മബന്ധം. അതാണ് രണ്ടാമത്തേത്. 3, to be gentle and kind. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ജീസസ് ഈസ് ജെന്റിൽ. ഞാൻ ജെന്റിലാണ്. ഹി ഈസ് ജെന്റിൽ. To be gentle and kind. Rescue them. കരയ്ക്ക് നിന്ന് അഭിപ്രായം പറയുന്ന വ്യക്തിയായിട്ടല്ല, സ്വന്തം ജീവൻ പോലും ത്യജിച്ചിറങ്ങിപ്പോയി ആടുകളെ രക്ഷിക്കുവാൻ. എന്നാൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ചാണ് ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഒരിടയിൽ 100 ആടുകൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കാണാതെ പോയതിനു വേണ്ടി പോകുന്നയാൾ. അൺസെൽഫിഷ്, നിസ്വാർത്ഥ സേവനം, സിൻസിയർ, ആത്മാർത്ഥത.
ഏഴാമത്തെ കാര്യം, കെയർ ഡീപ്ലി അബൌട്ട് ദം. അവർക്ക് വേണ്ടി ആഴമായി കരുതുന്നയാളാണ് യഥാർത്ഥ ഇടയൻ. അങ്ങനെ ആരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള യേശുവിന്റെ ഇടപെടൽ പഠിച്ചാൽ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ചാണ് യേശു ക്രിസ്തു അവരോട് ഇടപെട്ടത്. ഓരോരുത്തരുടെയും കഴിവുകൾ, അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയാണ് യേശു ക്രിസ്തു അവരോട് ഇടപെട്ടത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട്. ഓരോരുത്തരോടും, നമ്മിൽ ഓരോരുത്തരോടും കർത്താവിന് അവൻ്റെതായ ഒരു ഇടപെടലിന്റെ ശൈലിയുണ്ട്. ഓർക്കുക, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം, എൻ്റെ ഭാഗത്ത് ഇന്ന നെഗറ്റീവ് സൈഡുണ്ട്, എൻ്റെ ഭാഗത്ത് ഇന്ന പരാജയമുണ്ട്, എൻ്റെ ഭാഗത്ത് ഇന്ന പോരായ്മയുണ്ട്, ഇന്ന കാര്യത്തിൽ ഞാൻ കൂടെ പരാജയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് നീ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് നീ നിലനിൽക്കുന്നു? പേര് ചൊല്ലി വിളിക്കുന്ന ഉടയവൻ അറിയാം നിനക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്, നിന്റെ ടോട്ടൽ കപ്പാസിറ്റി, നിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ. അത് നന്നായി അറിയാവുന്നവനാണ് നിന്റെ ഇടയൻ. ഇന്ന് നീ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകളും എൻ്റെ ദൈവം അങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഇടയൻ എന്താണ് ചെയ്യുന്നത്? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇടയൻ എന്താണ് ചെയ്തത്? നമുക്ക് നോക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കിയാൽ ചെയ്തത് നമുക്ക് കാണാം. നമ്മളോടും കർത്താവ് അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഭംഗിയായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചാൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം എവിടാന്നറിയാമോ? ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു, അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നു പോയി. അങ്ങനെ ഒരു ഗുണമുണ്ട്. വായിച്ചോ. ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യവാശങ്ങളെ കൊണ്ട് സ്നേഹബന്ധനങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള മുഖം നീക്കി കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീയിനിട്ട് കൊടുത്തു. നോക്കുക, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എങ്ങനെ? നിത്യസ്നേഹത്താൽ. ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. ദൈവത്തിന്റെ വിളി ഇവിടെ പ്രത്യേകത. ഞാൻ വിശദീകരിക്കുന്നില്ല. 3 കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. ഒന്ന്, ദൈവത്തിന്റെ വിളി വിശുദ്ധ വിളിയാണ്. വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായുള്ളവര്. രണ്ടാമത്തെ വിളി സ്വർഗീയ വിളി. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവര്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പരമ വിളിയുടെ ലാക്കിലേക്ക്, പരമമായ വിളി. ഇതിന്റെ അപ്പുറത്ത് ഇനി ഒരു വിളി ഇല്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചു എന്നുള്ളതാണ്. എപ്പോഴാ കർത്താവ് സഭയെ ഹൃദയത്തിൽ കണ്ടത്? ലോകസ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആള് ജനിച്ചിട്ട് ഒരു 62-63 വയസ്സേ ആയിട്ടുള്ളൂ. ദൈവം കണ്ടത് എത്ര നാൾ മുമ്പാ? ലോകസ്ഥാപനത്തിന്. ലോകത്തിന് എന്നാ ദൈവം അടിസ്ഥാനം ഇട്ടത്? ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം ഭൂമിയെ പുതുക്കി പണിതിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ് 6000 വർഷത്തെ പഴക്കം. ഭൂമിക്ക് എന്നാ ദൈവം അടിസ്ഥാനം ഇട്ട? അയ്യോബിനോട് അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, ഞാൻ ഇതിനൊക്കെ അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു? വലിയ ആളുകളോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഞാൻ ഇതിനൊക്കെ അടിസ്ഥാനം ഇട്ടപ്പോ നീ എവിടെ ആയിരുന്നു? കട്ടപ്പുകയായിരുന്നു. അവൻ നമ്മെ വിളിച്ചു നിത്യസ്നേഹത്താൽ. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ നടക്കാൻ പഠിപ്പിച്ചു.
ഒരു അമ്മയോ ഒരപ്പനോ കൈപിടിച്ച് കുഞ്ഞുങ്ങളെ നടത്താൻ പഠിപ്പിക്കുന്നത് എത്ര വലിയ സ്നേഹത്തിന്റെ ആഴമാണ്. 23-ാം സങ്കീർത്തനം അതാണ് നമ്മൾ വായിക്കുന്ന. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തും. മാതാപിതാക്കൾ മക്കളെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ അവരെ പഠിപ്പിച്ചു. ഇസ്രായേൽ ഒരു ബാലനായിരുന്നപ്പോൾ, എഫ്രയീം ഒരു ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ നടക്കാൻ പഠിപ്പിച്ചു. ആമേൻ. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ച്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ആരാ? വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബ് ഒരു നല്ല ഇടയനായി. അദ്ദേഹം തന്നെ ഫറവോന്റെ മുമ്പിൽ ചെന്നപ്പോ പറഞ്ഞു, ഇതാ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാകും? ഞങ്ങൾ ഇടയന്മാരാകും. അതാണ് തന്റെ സാക്ഷ്യമായിട്ട് താൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം തന്നെ മടക്കയാത്രയിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏശാവ് തന്നെ കണ്ട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് യാക്കോബ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതെന്താ? അത് എൻ്റെ കയ്യിലെ കുറെ ആടുകളുണ്ട്, തള്ളയാടുകളുണ്ട്, കുഞ്ഞാടുകളുണ്ട്. അതിന് നിന്റെ വേഗതയിലൊന്നും വരാനൊക്കത്തില്ല. ഞാൻ അവയെ കൊണ്ട് പതുക്കെ അവയെല്ലാം തെളിച്ച് ശാന്തമായിട്ട് ഞാൻ നിന്റെ അടുക്കൽ വന്നുകൊള്ളാം. അതാണ് ഇടയന്റെ ഹൃദയം. ആമേൻ. ഞാൻ അവനെ കൈകളിൽ വഹിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ലോകത്താരും നിന്നെ കൈവിട്ടാൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന ഇടയൻ നിന്നെ മാറോട് ചേർത്തിട്ടുണ്ട്. അവൻ നിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ ആവർത്തിക്കട്ടെ, അവൻ നിന്റെ എല്ലാ കപ്പാസിറ്റിയും അറിയാം. അവൻ നിന്റെ വീക്ക്നെസ്സസ് അറിയാം, അവന് നിന്റെ സ്ട്രെങ്ത് അറിയാം. അതുകൊണ്ട് അവൻ നിന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കുക. നീ വീണു പോകാതെ നിന്നെ താങ്ങുന്നത് എൻ്റെ ദൈവത്തിന്റെ കരുണയാണ്. ലോകം നമ്മെക്കുറിച്ച് വിവിധങ്ങളായ കാര്യങ്ങൾ പറയും, അത് ലോകത്തിന്റെ ഭാഷയാണ്. എന്നാൽ നിനക്ക് നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, നിന്റെ ഇടയന് നിന്നോടുള്ള കരുണ, അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. അത് നിത്യ നിയമത്തിന്റെ നിയമം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, ഞാൻ അവനെ സൗഖ്യമാക്കി, ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. അതൊരു പരാജയമാണ്. എങ്കിലും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കുക, മരുന്ന് കഴിക്കുന്നു എന്നുള്ളത് മാനുഷികമായി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സൗഖ്യം ഔഷധത്തിൻ്റെതല്ല, സർവശക്തന്റേതാണ്. എല്ലാ സൗഖ്യങ്ങളും സർവശക്തന്റെ ദാനമാണ്. ഞാൻ അവരെ സൗഖ്യമാക്കി, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. വലിയ ഇടയൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിന്നെ കൈപിടിച്ച് നടത്തുന്നു, അവൻ നിന്നെ മാറോടെടുത്ത് അണയ്ക്കുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. മാത്രമല്ല, അടുത്തായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന മനുഷ്യഭാഷകൾ കൊണ്ടല്ല, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. പാശങ്ങൾ കൊണ്ട്, പാശം എന്ന് പറഞ്ഞാൽ കയറിട്ട ഒരു യാഗമൃഗത്തെ ഇങ്ങോട്ട് വലിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകയും. അതെന്താണെന്ന് ചോദിച്ചാൽ, യാഗപശുവിനെ യാഗമൃഗത്തിന് അറിയത്തില്ലല്ലോ അത് വന്നിരിക്കുന്ന ശുശ്രൂഷയുടെ മാഹാത്മ്യം. അപ്പൊ അതുകൊണ്ട് അതിനെപ്പോൾ അവസരം കിട്ടിയാലും അതിന് പോകണം എന്നുള്ള ടെൻഡൻസി ആണുള്ളത്. അതുകൊണ്ട് അതിനെ ആ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് ബന്ധിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, അത് ബാഹ്യമായ ഒരു ശക്തി കൊണ്ടുള്ള ബന്ധനമല്ല. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അടിയനെ അയക്കണമേ, അടിയൻ പോകാം. അതാണ് സ്നേഹം. ആ സ്നേഹപാശങ്ങൾ കൊണ്ട് ഞാൻ അവനെ ബന്ധിച്ചു, ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീ ഇട്ടു. നിങ്ങളൊക്കെ ഈ ചെറിയ അക്വേറിയത്തിലെ മത്സ്യത്തെ വളർത്തുന്നവരാണ്.